എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ളൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഏകദേശം പെഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ ഒരു ഭീകരാക്രമണമാണ് ഈ ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായത്. അതായത് പാകിസ്ഥാൻ തീവ്രവാദികളായ അച്ഛനും മകനുമാണ് നവീദ് അക്രമവും ജാവിദ് അക്രമണം എന്ന് പറയുന്ന രണ്ട് തീവ്രവാദികൾ. അവിടെ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹനൂക്ക ഡേ എന്ന് പറയുന്നത്. അതായത് ഓസ്ട്രേലിയയിൽ ഒരുപാട് ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒത്തുചേരുന്ന ഒരു ദിവസമാണ് ഈ ഹനൂക്ക ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് ഇവിടെ ഇരച്ചു കയറുകയും തുരുതുരാ വെടിവെക്കുകയും ചെയ്തു. ഏകദേശം 20 മിനിറ്റോളം ഗൺ ഫയറിംഗ് ഉണ്ടായിരുന്നു. ഈ അച്ഛനും മകനും ചേർന്നിട്ട് ഏകദേശം അതായത് 13ഓളം പേർ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നും 25ഓളം പേർക്ക് വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചുറി പറ്റി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതായത് ഈ വെടിവെക്കുന്ന ഒരുത്തനെ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് അവൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് അവനെ കീഴ്പ്പെടുത്തുന്നു, അവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് രണ്ടുപേരുണ്ടല്ലോ, മറ്റൊരു തീവ്രവാദി ഈ തോക്ക് പിടിച്ചു വാങ്ങിയ അയാളുടെ കാലിൽ വെടിവെക്കുന്നു. അയാൾക്കിപ്പോൾ കാലിന് ഗുരുതര പരിക്കേറ്റപ്പോൾ സിഡ്നി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അയാളുടെ പേരെന്താണെന്ന് വെച്ചാൽ അഹമ്മദ് അൽ അഹമ്മദി എന്നാണ്. അയാളൊരു പഴം കച്ചവടക്കാരാണ് അവിടുത്തെ. അപ്പോൾ ഈ പെഹൽഗാമിലും ഇതേ സ്റ്റൈലൊരു ഓപ്പറേഷൻ നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണോ? ഈ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുമ്പോൾ പെഹൽഗാമിൽ ഈ മുണ്ട് പൊക്കി നോക്കി കലിമ ചൊല്ലിപ്പിച്ച് മതം ഉറപ്പുവരുത്തി, അതായത് മുസ്ലിം അല്ലാന്ന് ഉറപ്പുവരുത്തിയ ആൾക്കാരൊക്കെ വെടിവെച്ച് വന്നിരുന്നു. അപ്പോൾ അതിനിടയിൽ ഈ തീവ്രവാദികൾ വെടിവെക്കുന്ന നേരത്ത് ഒരു മുസ്ലിം പേരുള്ള ഒരു യുവാവ്, ഒരു കുതിരയെ മേയ്ക്കുന്ന ഒരാൾ, കുതിരയുമായിട്ട് ഈ പെഹൽഗാമെന്ന് ബൈസറൻ വാലിയിൽ പോകുന്ന അയാൾ ഒരു തീവ്രവാദിയുടെ കഴുത്ത് പിടിച്ച് തോക്ക് പിടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് വെടിവെക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനിടയിൽ അയാൾ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു വൈറ്റ് വാഷിംഗ് നടന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിനെല്ലാം അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇയാളാണ് രക്ഷിച്ചത്, ഇയാളെ രക്ഷിക്കാൻ പോയിട്ട് അതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം, സമാധാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വൈറ്റ് വാഷ് ഈ കാര്യത്തിൽ നടന്നിരുന്നു. പിന്നീടാണ് കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അയാൾക്ക് ഈ തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടെന്നും, അതായത് ഈ പെഹൽഗാമിനടക്കം ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ചത്, കുറ്റിക്കാട്ടിലും കുതിരയുടെ ഇതിൻ്റെ മുകളിലൊക്കെ കയറ്റിക്കൊണ്ടുവന്നിട്ട് ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ചതിൽ അയാൾക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ പിന്നീട് പുറത്തു വരുന്നു. ഇന്ത്യയിലെ നാഷണൽ മീഡിയകൾ തന്നെ അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ്റെ ഒരു ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് വ്യക്തമായ ഇസ്ലാമിക് അജണ്ട, അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ആക്രമണം നടത്തിയിട്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഒരു എരയിലെന്നല്ല ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് പർപ്പസ്ഫുള്ളി ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. സമാന സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ നടന്ന ആക്രമണത്തിലും ഈ അഹമ്മദ് അൽ അഹമ്മദി എന്ന് പറയുന്ന ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ ഈ വെടിവെക്കുന്ന ഒരാളെ കഴുത്തിന് പിടിച്ച് ഈ തോക്ക് പിടിച്ച് വാങ്ങിയിട്ടുണ്ടല്ലോ. ഇയാൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ആ തീവ്രവാദി വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്. ഒന്നും ചെയ്യാതെ, അതായത് പോയിന്റ് ബ്ലാങ്കിൽ ഈ തീവ്രവാദി കിട്ടിയിട്ടും ഒന്നും ചെയ്തില്ല. അത് തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. ഇത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലുണ്ടല്ലോ, ഈ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ഇയാളൊരു പക്കാന്ന് വെച്ചാൽ ഇസ്രായേൽ വിരുദ്ധനാണ്. ഇസ്രായേൽ വിരുദ്ധൻ മാത്രമല്ല, ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹമാസിന് വേണ്ടിയിട്ട് ഈ ഓസ്ട്രേലിയയിൽ നടക്കം ഫണ്ട് കിട്ടിയിട്ടുള്ള ഒരു ആരോപണം ഈ അടുത്ത കാലത്തൊക്കെ ഈ നെതന്യാഹു അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെതന്യാഹു മൾട്ടിപ്പിൾ ടൈംസ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹമാസ് ആക്ടിവിറ്റീസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം അവിടെ ഉണ്ടാകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് ഈ അടുത്ത കാലത്ത് പോലും പറഞ്ഞിരുന്നു. ഈ ആക്രമണം, ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിന് ശേഷം നെതന്യാഹു പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ റിമൈൻഡ് ചെയ്തില്ലേ, അതായത് ഇത്തരത്തിലുള്ള ആക്ടിവിസം നിങ്ങൾ അവിടെ തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അന്നേ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നില്ലേ, അത് അവഗണിച്ചില്ലേ എന്ന് ഇന്നലെ പോലും നെതന്യാഹു പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഇസ്രായേൽ ഗാസ ഇഷ്യൂ ഉണ്ടല്ലോ, ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ, അത് ആ ഒരു വെടിനിർത്തലിന് അവസാനം വെടിനിർത്തിയില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ സിഡ്നി ബ്രിഡ്ജിൽ, അതായത് നമ്മൾ ആ സിഡ്നി ബ്രിഡ്ജിൽ ഏകദേശം 25,000 ഈ ഹമാസ് സപ്പോർട്ടേഴ്സ്, പാലസ്തീൻ സപ്പോർട്ടേഴ്സ് എന്നാണ് പറയുന്നത്, പക്ഷേ അവർ ഹമാസിൻ്റെ വേഷവിധാനങ്ങളോട് കൂടിയൊക്കെയാണ് വന്നത്. 25,000 പേര് വന്നിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാർ ആ സിഡ്നി ആ ഒരു എത്രയോ കിലോമീറ്റർ ചുറ്റളവിൽ പോലും അത്രയും ആൾക്കാരുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള ഈ ഹമാസിൻ്റെ സ്വാധീനം വർദ്ധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ആന്റണി ആൽബനീസ്, അയാളുടെ മകൻ, അതായത് നഥാൻ ആൽബനീസ് എന്ന് പറയുന്ന പുള്ളിക്കാരന് ഖത്തറിലടക്കം വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്, അതിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന തരത്തിലല്ല. അത് യൂറോപ്പിൽ, UK-യിലായാലും അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ജിഹാദികൾ വലിയ രീതിയിലുള്ള സുഖസൗകര്യങ്ങളും ഫ്ലാറ്റും അങ്ങനെ ബിസിനസ്സിന് ഇൻവെസ്റ്റ്മെൻറ്റും ഈ നഥാൻ ആൽബനീസിനും ഉണ്ട്. അതായത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ മകനും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊരു നന്ദി തിരിച്ചു കാണിക്കുകയാണ് ഈ ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയയുടെ ഭരണം കൊണ്ട്, അത് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്നാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
സമയത്താണ്, അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പല മന്ത്രിമാരും പ്രധാനമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ നവീദ് അക്രമും ജാവേദ് അക്രമും, ഈ അച്ഛനും മകനും എങ്ങനെ ഇവിടെ വന്നു? അഭയാർത്ഥിയായിട്ട് വന്നതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ, അതായത് ഈ PR എടുത്ത് വേറെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് വന്നതാണോ എന്നുള്ള അത്തരം വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്ത് തന്നെയാലും ഇയാൾ വലിയ രീതിയിലുള്ള ഒരു ഖുറാൻ ഈ വെടിവെച്ച അക്രമിയുടെ നവീദ് അക്രം എന്ന് പറയുന്ന അയാൾ ഖുറാൻ ബൈഹാർട്ട് ചെയ്ത ഒരാളാണ്. ഖുറാൻ ബൈഹാർട്ട് മാത്രമല്ല, പാകിസ്ഥാൻ ആർമി സ്കൂളിലെ പല ഇതിലും അതായത് ടോപ്പാണ്. അതായത് ഈ ഖുറാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് അതിൽ പല കോമ്പറ്റീഷനും പ്രൈസ് കിട്ടിയ ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാഴ്ച മുന്നേ തന്നെ ഓസ്ട്രേലിയൻ മുസ്ലിം ഇമാം കൗൺസിൽ എന്ന് പറയുന്ന അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഈ നവീദ് അക്രത്തിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് അവരെന്തോ വലിയ കോഴ്സിലും വലിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാർക്ക് നേടിയ ഒരാളാണ് ഈ നവീദ് അക്രം എന്ന് പറഞ്ഞിട്ടാണ് ഇമാം കൗൺസിലെ തലപ്പത്തിരിക്കുന്ന ആൾ വലിയ ഫോട്ടോ കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ ഓൾ ഇന്ത്യ മുസ്ലിം ഇമാം കൗൺസിലിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഈ ഇമാം കൗൺസിലിന് യാതൊരുവിധ പങ്കുമില്ല, ഇത്തരം ആക്രമണങ്ങൾ ചെയ്യുന്നവർ ഇസ്ലാമിൻ്റെ ഭാഗമല്ല. അത് എല്ലാ സമയം ഇവർ പറയുന്നതാണ്. അതായത് എവിടെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയുന്നുണ്ട് ഇസ്ലാം സമാധാനമാണ്, അപ്പോൾ ഇസ്ലാമിന് ഇതൊരു പങ്കുമില്ല എന്ന രീതിയിലാണ് പറയാറ്. പക്ഷേ ഇവർ ഇതിൽ തന്നെ പഠിപ്പിക്കുന്നത്, അതായത് ഇവർ കാഫിറിനെ എവിടെ കണ്ടു കഴിഞ്ഞാലും കൊല്ലണം എന്നുള്ള രീതിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അതെല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ്. എന്തിനാലും ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ നടന്ന ആക്രമണം നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അതായത് അമിതമായിട്ട് ആൻ്റണി ആൽബനീസ് ഒരു തരത്തിലും ഈ ഇസ്രായേലിനായാലും ഒരു മിഡിൽ എന്ന രീതിയിൽ ഒരു മിഡിൽ പൊസിഷനിൽ പോലും നിർത്താത്ത ഒരാളാണ്, തീരെ കൺസിഡർ ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക ഹമാസിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് പണം വന്നു എന്നുള്ള ഒരു ആരോപണം നെതന്യാഹു അടക്കം പറയുന്നത്. ഒരു പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് വ്യക്തമായി തെളിവില്ലാതെ പറയില്ല. എന്ത് തന്നെയാലും ഇത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളുടെ ഇടയിൽ മൊത്തത്തിലൊരു പാകിസ്ഥാൻകാർക്ക് ഒരു ആൻറ്റിയും ഒരു ഇസ്ലാമോഫോബിയും ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നാമത് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ യൂറോപ്പിൽ മൊത്തം സെലിബ്രേഷൻ മൂഡാണ്. ഇപ്പോൾ പല രാജ്യത്തും ബാരിയേഴ്സ് വന്ന്, അതായത് ഈ ട്രക്കും ഇതൊക്കെ ഇടിച്ച് കയറ്റിയിട്ട് അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലും ക്രിസ്മസ് സെലിബ്രേഷൻ ഗ്യാതറിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ ഇങ്ങനെ അറ്റാക്ക് നടത്താനുള്ള വലിയ വലിയ പദ്ധതികൾ ഉണ്ടെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉള്ള കാരണം പല സ്ഥലത്തും ഈ ഭയങ്കര ഗ്യാതറിങ്ങിന് ഭയങ്കര റെസ്ട്രിക്ഷനാണ്. അതായത് പല സ്ഥലത്തും നമ്മൾ തന്നെ പല വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പല സിറ്റികളിലും വലിയ വലിയ ബാരിക്കേഡുകളല്ല, നമ്മൾ ഈ നാഷണൽ ഹൈവേയുടെ സ്ഥലത്ത് ഇങ്ങനെ ഡിവൈഡർ വെക്കില്ലേ, വലിയ ഒരു കോൺക്രീറ്റ് ഒരു സാധനം, അതുമാതിരി സാധനങ്ങൾ എല്ലാത്തിലും വെച്ചിരിക്കുകയാണ് പല സ്ഥലത്തും. ഈ ട്രക്കൊക്കെ ഇടിച്ച് കയറ്റി അപകടം ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്. അതായത് ഇസ്ലാമിക് ജിഹാദിയുടെ അത്രത്തോളം ഈ യൂറോപ്പിൻ്റെ ഒരു വലിയൊരു ഇതായിട്ട് ബാധയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിനെതിരെ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓസ്ട്രേലിയ നടന്നെങ്കിലും അതിൻ്റെ അലയൊലികൾ ലോകത്തെല്ലാ രാജ്യങ്ങളും ഉണ്ടാകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓസ്ട്രേലിയൻ പ്രസിഡന്റായ ആൻ്റണി ആൽബനീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്ര ഇസ്ലാമിക പീഡനവും ഈ ഹമാസിൻ്റെ അനുകൂല പ്രസ്താവനകളും അവർക്ക് അനുകൂലമായ രീതിയിൽ രാജ്യത്തെ പല പല കാര്യങ്ങൾക്കും അവർക്ക് വേണ്ടി ഫേവർ ചെയ്യുന്ന രീതിയിലും മാറ്റി ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓസ്ട്രേലിയ തന്നെ വലിയ രീതിയിലൊരു ജനകീയ മുന്നേറ്റം ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദികൾക്കെതിരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമുക്കിപ്പം UK തന്നെ കണ്ടു. അതായത് അവിടെ കുടിയേറ്റം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവിടെ രാജ്യത്ത് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള 10,000 പേര് എക്സ്പെക്ട് ചെയ്ത ഇതിൽ ഏകദേശം 1.5 ലക്ഷം ആൾക്കാരാണ് ഈ ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ UK ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമാതിരിയുള്ളൊരു സംഭവം ഓസ്ട്രേലിയയിലും ഉടൻ അരങ്ങേറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ ഓസ്ട്രേലിയ കയറി ആക്രമിച്ചത് അത് അമിതമായ ഇസ്ലാമിക പീഡനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് എല്ലാ രാജ്യത്തെ ഭരണാധികാരികൾക്കും ഒരു മുന്നറിയിപ്പാണ് എന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.